വല്ല വാഴയും വെച്ചാൽ മതിയായി. Hi guys, it's me, Tatan. വാഴ വെരി ഗുഡ് മൂവി. ഞാനിത് ലേറ്റായിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് ലേറ്റായിട്ട് ഞാൻ റിവ്യൂ ഇടാൻ കാരണം. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരാണ്. ഇതിൽ കഥാപാത്രം മറ്റ് അഭിനയിക്കുകയല്ല, അവരെല്ലാം ജീവിക്കുകയാണ് എന്ന് വേണം പറയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു വാഴ വാങ്ങിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നെ അങ്ങോട്ട് തുടങ്ങി അങ്ങനെ അവസാനം എൻഡ് വരെ ഇങ്ങനെ സീൻ ബൈ അവിടെ അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എനിക്കിത് വളരെ കണക്റ്റഡായി. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴ എന്ന വാക്ക് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാക്കാണ്. പ്രത്യേകിച്ച് ഞാൻ 90s കിഡ്സ്. ഇതിലെ സീൻ എന്ന് പറഞ്ഞാൽ ഇമോഷൻ സീൻസാണ് കൂടുതലും എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. പിന്നെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെ എടുത്തു പറയണമെന്നില്ല, എല്ലാവരും നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതിൽ പ്രത്യേകിച്ച് ഒരാൾ എടുത്തു പറയുന്നത്, എല്ലാവരും അതിനനുസരിച്ച് ആ ഡെപ്തിനനുസരിച്ച് ആ ഒഴുക്കിനനുസരിച്ച് അവർ അത് നല്ലപോലെ പെർഫോം ചെയ്തു എന്ന് തന്നെ പറയാൻ. ഈ സിനിമ കുട്ടിക്കാലം തൊട്ട് ഏകദേശം ഒരു കോളേജ് ജീവിതം, സ്കൂൾ കാലഘട്ടം, പിന്നെ അങ്ങനെ ഒഴുക്കൊഴുക്ക് പോയി അവസാനം എത്തി നിൽക്കുന്ന ഒരു സ്റ്റേജുണ്ട്. അതുവരെയുള്ള ഇമോഷൻസും അവരുടെ ഫ്രസ്ട്രേഷൻസ്, അവരുടെ കുടുംബത്തിൽ നേരിടേണ്ടി വരുന്ന, പ്രത്യേകിച്ച് അവരുടെ അച്ഛനമ്മമാർ, ഈ അച്ഛനമ്മമാരുടെ ഈ പ്രതീക്ഷയ്ക്കനുസരിച്ച് മക്കൾ വരാതിരിക്കുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻസ്, പിന്നെ ഈ ടോക്സിക് പാരൻറ്റിങ്, പിന്നെ അതുമാത്രമല്ല ഈ പ്രവാസ ജീവിതം, ഇതെല്ലാം വിഷയങ്ങളും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഈ സിനിമ. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് ഓരോന്നായിട്ട്, പ്രത്യേകിച്ച് ഏച്ചു കൂട്ടലോ അങ്ങനെ ഒന്നുമില്ല. അതാണ് ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഹാഷിർ വരുന്നുണ്ട്. അദ്ദേഹം ചെറിയ റോളേ അദ്ദേഹത്തിനുള്ളൂ, ബട്ട് അതും അദ്ദേഹം നന്നായി. കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട് തുടങ്ങിയവരെല്ലാം തന്നെ നല്ല ഡെപ്തിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിവേ, ഐ ലവ് ദിസ് മൂവി. ഇത് നിങ്ങൾ തിയേറ്ററിൽ ചെന്ന് തന്നെ കാണുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എനിക്കുള്ള ഊർജ്ജമാണ്. എനിവേ, താങ്ക് യു.